രാംലല്ലയ്ക്ക് ഇന്ന് ഒരു അതിഥിയുണ്ട്. നേപ്പാൾ കരസേനാ മേധാവി ജനറൽ അശോക് കുമാർ സിഗ്ഡൽ. അദ്ദേഹം ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങവെയാണ് അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുന്നത്. പ്രാണപ്രതിഷ്ഠ പൂർത്തിയായ ശേഷം അശോക് കുമാറിന്റെ ആദ്യ അയോധ്യ സന്ദർശനം കൂടിയാണിത്. ക്ഷേത്രത്തിലെത്തി രാംലല്ല വിഗ്രഹത്തിൽ അദ്ദേഹം പൂജകൾ അർപ്പിക്കും. അയോധ്യയും നേപ്പാളും തമ്മിൽ ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് അശോക് കുമാറിന്റെ ഈ സന്ദർശനം. ഐതിഹ്യമനുസരിച്ച് സീതാദേവിയുടെ സ്വദേശമായി പറയപ്പെടുന്നത് നേപ്പാളിലെ ജനക്പൂരാണ്. നൂറ്റാണ്ടുകളായി രണ്ട് പ്രദേശങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രാംലല്ലയുടെ വിഗ്രഹം നിർമ്മിക്കുന്നതിന് ആവശ്യമായ കൃഷ്ണശില നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നാണ് അയോധ്യയിൽ എത്തിച്ചത്. നേപ്പാളിൽ നിന്നും 10,000-കണക്കിന് ഭക്തരാണ് അയോധ്യയിലേക്ക് ദർശനത്തിനായി എത്തുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ നേപ്പാളിൽ നിന്നും ജനക്പൂരിൽ നിന്നുമുള്ള ഭക്തർക്ക് പ്രത്യേക ഇടവും നൽകിയിരുന്നു. ചടങ്ങുകളുടെ ഭാഗമായി പരമ്പരാഗത നിർമ്മിതികളും കരകൗശല വസ്തുക്കളും ശ്രീരാമ സീതാദേവി വിഗ്രഹങ്ങളും ഇവർ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നേപ്പാളിലെ മിഥിലാപുരിയിലാണ് സീതാദേവിയെ വിവാഹം ചെയ്യുന്നതിനായി ശ്രീരാമൻ ശിവധനുസ് ഉയർത്തിയത് എന്നാണ് രാമായണ ചരിത്രം. എല്ലാ വർഷവും ജനകപുരിയിൽ ശ്രീരാമനവമിയും സീതാപരിണയ വാർഷികവും കൊണ്ടാടാറുണ്ട്. ഇന്ത്യയും നേപ്പാളും രണ്ട് രാജ്യങ്ങളാണ് എങ്കിലും ഇവർ തമ്മിലുള്ള സൗഹൃദം അത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. അതിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം. ജനക മഹാരാജാവും ദശരഥ മഹാരാജാവും ജനകപുരിയും അയോധ്യയും തമ്മിൽ മാത്രമല്ല, ഇന്ത്യയും നേപ്പാളിനെയും കൂടിയാണ് സൗഹൃദം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ബന്ധിപ്പിച്ചത്. ഇത് രാമനും സീതയും തമ്മിലുള്ള ബന്ധമാണ്, ശ്രീബുദ്ധനുമായുള്ള ബന്ധമാണ്, മഹാവീരനുമായുള്ള ബന്ധമാണ്, രാമേശ്വരം മുതൽ പശുപതിനാഥ് വരെയുള്ള ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ബന്ധമാണ്, ലുംബിനി മുതൽ ബോധഗയ വരെയുള്ള ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന മതവിശ്വാസമാണ്. മഹാഭാരത രാമായണ കാലങ്ങൾ മുതൽ ജനക്പൂരുമായി ഈ ബന്ധമുണ്ട്. മഹാഭാരതകാലം മുതൽ വിരാട് നഗരിയുമായും സിമ്ര നങ്കഞ്ചുമായും ഈ ബന്ധമുണ്ട്. ബുദ്ധന്റെ കാലത്ത് ലുംബിനിയുമായി ഈ ബന്ധമുണ്ട്. അതായത് യുഗങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ ബന്ധുത്വം. ഇന്ത്യയും നേപ്പാളും തമ്മിൽ നിർവചനം കൊണ്ടല്ല ബന്ധിതമായിരിക്കുന്നത്, മറിച്ച് അതൊരു ഭാഷ കൊണ്ടാണ്. ഈ ഭാഷ വിശ്വാസത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, ഭക്ഷണത്തിൻ്റെതാണ്, നമ്മുടെ പുത്രിമാരുടെ വിവാഹം കൊണ്ട് ബലപ്പെടുത്തിയ ബാന്ധവത്തിൻ്റെ കൂടി ഭാഷയാണ്. ജാനകി മാതാവിൻ്റെ ദേശമാണത്. ആ അമ്മയെ കൂടാതെ അയോധ്യ അപൂർണമാണ്. നേപ്പാളിനെ കൂടാതെ ഇന്ത്യയുടെ വിശ്വാസ സംഹിത അപൂർണമാണ്. നേപ്പാളില്ലാതെ ഇന്ത്യക്ക് ഭക്തിയില്ല, ചരിത്രമില്ല. നേപ്പാൾ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പൂർണ്ണതയില്ല. എന്തിനേറെ ഇന്ത്യയുടെ ശ്രീരാമൻ പോലും നേപ്പാൾ ഇല്ലെങ്കിൽ പരിപൂർണനാവില്ല. നമ്മുടെ സ്ത്രീകൾ അവർ എങ്ങനെ ആദരിക്കപ്പെടണമെന്ന് കാണിച്ചു തന്ന രാജ്യമാണ് നേപ്പാൾ. നമ്മുടെ മക്കളെ ആദരിക്കുന്ന പാഠമാണ് ആധുനിക സമൂഹത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യവും. നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് സ്ത്രീശക്തിയാണ് എന്ന് മറക്കരുത്. ഉദാഹരണത്തിന് മിഥില ചിത്രകല, ഈ പാരമ്പര്യത്തിൻ്റെ പ്രചാരണത്തിന് വലിയ സംഭാവനകൾ നൽകിയിരിക്കുന്നത് സ്ത്രീകളാണ്. ഇന്ന് മിഥിലയിലെ ചിത്രകല ലോക പ്രശസ്തമാണ്. ഈ കലാരൂപത്തിൽ നിന്നാണ് പ്രകൃതിയും പരിസ്ഥിതിയും കുറിച്ച് നമുക്ക് അവബോധം ലഭിക്കുന്നത്. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ മിഥിലയുടെ നാട് ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശവും ഇതാണ്. ജനകരാജാവിൻ്റെ വിദ്വൽ സദസ്സിലെ ഗാർഗിയെ പോലുള്ള സ്ത്രീരത്നങ്ങളുടെയും അഷ്ടാവക്രനെ പോലുള്ള മുനികളുടെയും സാന്നിധ്യം തെളിയിക്കുന്നത് ഭരണത്തോടൊപ്പം വിജ്ഞാനത്തിനും ആധ്യാത്മികതയ്ക്കും എങ്ങനെ പ്രാധാന്യം നൽകാം എന്നത്രേ. എന്തായാലും നേപ്പാളിലെ ഒരു ഭരണാധികാരി ഇന്ത്യയിലെ അയോധ്യയിലെത്തി, അയോധ്യയിൽ പൂജ നടത്തി, അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിച്ചു മടങ്ങുമ്പോൾ അത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.